ഓണക്കാലത്തും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സമരം പ്രഖ്യാപിച്ച് കെഎസ്ആർടിസി ജീവനക്കാർ. ഭരണാനുകൂല സംഘടനകളും സമരം പ്രഖ്യാപിച്ചു. എഐടിയുസിന്റെ നേതൃത്വത്തിൽ നാളെ ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. ബിഎംഎസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടക്കും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, വിശദാംശങ്ങൾ. കെഎസ്ആർടിസി ജീവനക്കാർ സമരം നടത്തുന്നത് അതൊരു പുത്തരി അല്ലെങ്കിൽ പോലും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അവർ ശമ്പളം ഓണക്കാലത്തിന് മുമ്പ് ലഭിക്കണം. ഓണത്തിന് തങ്ങളുടെ മക്കൾക്കുമെല്ലാം ഓണം ആഘോഷിക്കണം. അതുകൊണ്ട് തന്നെ ശമ്പളം നേരത്തെ ലഭിക്കണമെന്ന ആവശ്യം അവർ മുൻകൂട്ടി അറിയിച്ചതാണ്. പക്ഷെ ഇത്തവണയും ശമ്പളം ലഭിക്കുന്നില്ല. കാരണം ഇന്ന് നാളെ ആകുമ്പോൾ 12 ആവുകയാണ്. 5-ാം തീയതിക്ക് മുമ്പ് തന്നെ ആദ്യ ശമ്പളം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതാണ്. 1-ാം തീയതി തന്നെ മൊത്തം ശമ്പളം നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയും പറഞ്ഞതാണ്. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഭരണാനുകൂല സംഘടനയായ CPIയുടെ തൊഴിലാളി സംഘടനയായ എഐടിയുസിന്റെ നേതൃത്വത്തിൽ നാളെ ചീഫ് ഓഫീസിന് മുമ്പിൽ ധർണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BMS ആകട്ടെ നാളെ സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും തൊഴിലാളി സംഘടനകൾ സമരവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ബോണസ്, ഉത്സവബത്ത, അലവൻസ് തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും മറ്റു സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ KSRTC ജീവനക്കാർക്കും ലഭിക്കണമെന്ന ആവശ്യം മുൻനിർത്തിയും ശമ്പളം ലഭിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് KSRTC ജീവനക്കാർ ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ആ സമരത്തിൽ പ്രധാനമായും അവർ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ആവശ്യത്തിൽ അവർ പറയുന്നതും ഇത്തരത്തിൽ ശമ്പളമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യം തന്നെയാണ് ജീവനക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അക്ഷയ. ശരി, ഓണക്കാലത്തും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സമരം പ്രഖ്യാപിച്ച് കെഎസ്ആർടിസി ജീവനക്കാർ. ഭരണാനുകൂല സംഘടനകളും സമരം പ്രഖ്യാപിച്ചു. എഐടിയുസിന്റെ നേതൃത്വത്തിൽ നാളെ ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. BMSന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടക്കും. അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്.